നമസ്കാരം. ഒരു രാജ്യത്തിന്റെ സാമൂഹിക ഘടനയെ പ്രതികൂലമായി ബാധിക്കുന്ന ഗുരുതരമായ പ്രശ്നങ്ങളാണ് മയക്കുമരുന്നുകളും മറ്റ് ലഹരി വസ്തുക്കളുടെ ഉപയോഗവും. ഇവ ഇന്ന് ഒരു സമൂഹത്തെ തന്നെ കാർന്നു തിന്നുന്ന ഒരു ക്യാൻസറായി വളർന്ന് പന്തലിച്ചിരിക്കുന്നു. വിവിധ സൈക്കോ ആക്റ്റീവ് വസ്തുക്കളുടെ പതിവ് ഉപഭോഗം മനുഷ്യരെ ചില ലഹരികൾക്ക് അടിമകളാക്കുന്നു. ഇത് വ്യക്തികളിൽ അസാധാരണവും സാമൂഹിക വിരുദ്ധവുമായ പെരുമാറ്റമോ മനോഭാവമോ ഉണ്ടാക്കുന്നു. ലഹരിയുടെ ഉപയോഗം വ്യക്തിയുടെ ആരോഗ്യത്തെ മാത്രമല്ല, അവരുടെ കുടുംബങ്ങളെയും സമൂഹത്തെ മുഴുവൻ തകർക്കുന്നു. ഒരു നാടിന്റെ വളർച്ചയ്ക്കും വികസനത്തിനും ഏറ്റവും പ്രധാനം ആരോഗ്യവാന്മാരായ ഒരു തലമുറയാണ്. ഒരു രാജ്യത്തിന്റെ സമ്പത്തായ ഒരു തലമുറ ലഹരിയുടെ ഉപയോഗത്താൽ നശിക്കുന്നത് സ്വന്തം കുടുംബത്തിനും സമൂഹത്തിനും തീരാ നഷ്ടമാണ് വരുത്തിവെക്കുന്നത്. യുവാക്കളും കൗമാരപ്രായക്കാരായ കുട്ടികളും ഉൾപ്പെടെ എത്രയോ പേർ മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും ലഹരി വലയത്തിൽ കുരുങ്ങുന്നതിന്റെ വാർത്തകളാണ് ദിവസവും നമുക്ക് മുന്നിൽ നിറയുന്നത്. ഇപ്പോഴിതാ ലഹരിക്കെതിരെ കേരളം ശക്തമായ നടപടി സ്വീകരിക്കണമെന്ന ആവശ്യം ശക്തമാകുമ്പോൾ നടക്കുന്ന ഒരു വിവരം കൂടി പുറത്തു വരുന്നു. കൊച്ചി നഗരത്തിൽ നടക്കുന്ന പീഡന വാർത്തയാണ് പുറത്തു വരുന്നത്. കൊച്ചിയിൽ 9ാം ക്ലാസ്സുകാരൻ സഹോദരിയെ ലൈംഗികമായി പീഡിപ്പിച്ച സംഭവമാണ് പുറത്തു വരുന്നത്. ലഹരിക്ക് അടിമയാണ് 9ാം ക്ലാസ്സുകാരൻ. പാലാരിവട്ടം പോലീസ് പോക്സോ വകുപ്പുകളടക്കം ചുമത്തി കേസുകൾ എടുത്തിട്ടുണ്ട്. 2024 ഡിസംബറിലാണ് നാടിനെ നടുക്കിയ പീഡനമുണ്ടാകുന്നത്. ലഹരിക്ക് അടിമയായ സഹോദരൻ 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന സഹോദരിയെ പീഡിപ്പിക്കുകയായിരുന്നു. വീട്ടിൽ വെച്ചായിരുന്നു സംഭവം. ഭയം മൂലം ഇത് ആരോടും പറയാതിരുന്ന പെൺകുട്ടി സ്വകാര്യ ഭാഗത്ത് വേദന അനുഭവപ്പെട്ടതോടെ സഹപാഠികളോട് വിവരം പറയുകയായിരുന്നു. ഇവർ വഴി അധ്യാപകർ അറിഞ്ഞതിനെ തുടർന്ന് സ്കൂൾ അധികൃതർ ശിശുക്ഷേമ സമിതിയിൽ വിവരം അറിയിച്ചു. ശിശുക്ഷേമ സമിതിയുടെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് കേസെടുത്തത്. പെൺകുട്ടിക്ക് ശിശുക്ഷേമ സമിതി തുടർച്ചയായി കൗൺസിലിംഗ് നടത്തുന്നുണ്ട്. ശിശുക്ഷേമ സമിതിയിൽ നിന്ന് വിവരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ 9ാം ക്ലാസ്സുകാരനെ കുറിച്ച് അന്വേഷിച്ച പോലീസിനെ ഞെട്ടിക്കുന്ന മറ്റൊരു വിവരവും കൂടി ലഭിച്ചു. 9ാം ക്ലാസ്സുകാരൻ ലഹരിക്ക് അടിമ മാത്രമല്ലെന്നും ആവശ്യക്കാർക്ക് അവ എത്തിച്ചു കൊടുക്കുന്ന ഏജന്റായും പ്രവർത്തിച്ചിരുന്നു എന്നാണ് പോലീസിന് ലഭിച്ച വിവരം. അടുത്തിടെയാണ് 10ാം ക്ലാസ്സുകാരൻ 9ാം ക്ലാസ് വിദ്യാർത്ഥിയെ ലഹരി കലർത്ത മിഠായി നൽകി പീഡിപ്പിച്ച വിവരം കൊച്ചിയിൽ ഉണ്ടാകുന്നത്. തുടർന്ന് 10ാം ക്ലാസ്സുകാരനെ അറസ്റ്റ് ചെയ്ത് ജുവനൈൽ ഹോമിലേക്ക് അയക്കുകയായിരുന്നു. 10ാം ക്ലാസ്സുകാരന്റെയും സുഹൃത്തുക്കളുടെയും സമൂഹ മാധ്യമ അക്കൗണ്ടിലടക്കം ലഹരി ഉപയോഗത്തിന്റെ ചിത്രങ്ങളും ദൃശ്യങ്ങളും ഉണ്ടായിരുന്നു. ഓരോ ജീവിതവും ഓരോ കഥകളാണ്, വേറിട്ട കഥകളുടെ ഒരു കൂട്ടായ്മ. വേണമെങ്കിൽ നമുക്കതിനെ ഒരു നോവലെന്ന് പേരിടാം. അതുപോലൊരു നോവലല്ലേ നിങ്ങളുടെ ജീവിതവും? എന്താ, ശരിയല്ലേ? നിങ്ങളുടെ അനുഭവങ്ങൾ, കഥകൾ എന്തുമായിക്കൊള്ളട്ടെ, അത് കേൾക്കാൻ DNA ന്യൂസിലൂടെ ഞാൻ എത്തുന്നു. കഥ പോലൊരു ജീവിതം, അതിനായി ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു. നമുക്ക് ഒന്നിച്ച് കാണാം, കുറേ കാര്യങ്ങൾ സംസാരിക്കാം, വേദനകൾ പങ്കിടാം. നിങ്ങളുടെ വിഷയങ്ങൾ, അനുഭവങ്ങൾ അത് ഞങ്ങളെ അറിയിക്കേണ്ട വിലാസം താഴെ കൊടുക്കുന്നു.